വിഷുവായിട്ട് അമ്മ വിളക്കൊക്കെ തേച്ച് എനിക്ക് വൃത്തിയാക്കി വെച്ചേക്കാണ് കേട്ടോ. വരണ്ടിയും കഴിവിയ എല്ലാം കഴിയും. ഇനി ഒരു വിളക്ക് കൂടെ അകത്തിരിപ്പുണ്ട്, അതിലെ നമ്മള് കത്തിക്കുന്ന ഈ വിളക്ക് എനിക്ക് ഇത് കിട്ടിയത് കല്യാണത്തിന്. ഇത് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ വിളക്ക് കയറ്റപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ എനിക്കിത് കല്യാണത്തിന് ഞാൻ ഇതൊരു 300 വട്ടം കേട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നാളെ വിഷു ആണ് സുഹൃത്തുക്കളെ. കണി ഒരുക്കാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുക കേട്ടോ. കണിക്കൊന്ന, മാങ്ങ, ചക്ക, തേങ്ങ, പിന്നെന്തിനാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഗോൾഡ് കോയിൻ ഉണ്ടോ വെക്കാൻ? ഉണ്ടോ? ഓ ഗോൾഡ് കോയിനോ? സ്വർണ്ണ കളറിലായി 10ന്റെ തുട്ട്, അതാ നമ്മുടെ സ്വർണ്ണ കോയിൻ. എന്താ ലുക്ക് എങ്ങനെയുണ്ട്? ഞാൻ പോയി താടി വെട്ടി, മുടി വെട്ടി, ഫേഷ്യൽ ചെയ്ത്, ക്ലീനപ്പ് ചെയ്ത് ഒക്കെ ചെയ്തങ്ങ് സെറ്റ് ആയി. കൊള്ളാവൂ. ഇപ്രാവശ്യം അച്ഛനെ കൃഷ്ണനെ കാമ്പത് ഇപ്പൊ പൂവൊക്കെ പോയെന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം നമുക്ക് പാറമോളിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പാറമോളി ഉണ്ടെന്ന് തോന്നുന്നു. ഈ പൂവൊക്കെ നോക്കാം കേട്ടോ. പോണ വഴിയിലൊക്കെ എവിടെയെങ്കിലും കാണും, പറിച്ചാ മതി. എവിടാ എന്തി മാലക്കണ്ണുമായിട്ട് വന്നേക്കുന്നു. പോച്ച, അത് പോച്ച. അത് കമ്പൗണ്ടി അല്ലമ്മ, അത് പണ്ട് നമ്മളൊക്കെ കമ്പൗണ്ടി കളിക്കുമായിരുന്നു. ഇത് അത് കമ്പൗണ്ടിയുടെ സൈസ് അല്ലേ? നമ്മള് ചെരുപ്പ് കെട്ടിയിട്ട് മറ്റേ PVC പൈപ്പൊക്കെ കയറ്റി, കമ്പിയൊക്കെ കയറ്റിയിട്ട് വട്ടക്കമ്പ് പറഞ്ഞു കയറ്റി പണ്ട് മറ്റേ ഉരുട്ടുന്ന വണ്ടി എല്ലാരും ഉണ്ടാക്കുക. പിന്നെ ഉജാലയുടെ കുപ്പി എടുത്തിട്ട് അതിനകത്ത് തൊള്ളയിട്ട് വീലും വെച്ചിട്ട് ഓട്ടർച്ച. അതേണ്ടേ അച്ഛാ, അത് മൊത്തവും പൊഴിഞ്ഞു ചോദിച്ചാ. ഒന്ന ഇല്ലേ, കണിക്കൊന്ന ഇല്ലേന്ന്. മരം മാത്രമേ ഉള്ളടേ ഇപ്രാവശ്യം. പൂല്ല. അത് മുറിച്ചപ്പോഴത്തേന് മുറ്റിയ കമ്പങ്ങ് പോയി. പക്ഷെ കമ്പ് കോതി വിട്ടെങ്കിൽ കാണുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോ പൂവ് നിങ്ങൾ പറിച്ചാ പോവും? ഇല്ല, അപ്പൊ നമ്മള് പൂവിനവിടെ പോടെ. ഇപ്രാവശ്യം ഒരു സാധനം ഇവിടെ ഇല്ല കേട്ടോ. എല്ലാം മൊത്തത്തിൽ ശോകം പിടിച്ച അവസ്ഥ. ഉണക്കായോണ്ടേ കായ്ബലങ്ങളൊക്കെ കുറവാ. ആ വാഴയുടെ കൂമ്പുണ്ട് കേട്ടോ. ഇത് പിടിച്ചാലാച്ചാ കറ ഇറങ്ങി തിന്നാനാ. അത് വെക്കാത്, നിങ്ങളൂടെ കേറി ഇരുന്ന് ചിരിച്ചാ മതി. ഞാൻ രാവിലെ കണിയായിട്ട് നിക്കാം. വേണ്ട, അതിന്റെ എന്തിനൊന്നല്ല എന്റെ മണ്ട കിടാനില്ലേ. നിന്നെ കണി കണ്ടോണ്ടാണ്. അതിന്റെ കീഴി പോയി നോക്കുമ്പോ ചുരിദാർ കാണും ചിലപ്പോ. വെച്ചിട്ടുണ്ട്. ഒരു ചക്ക നമുക്ക് വേണ്ടിയിട്ട് കറക്റ്റ് ഇടത്ത് വന്ന് നിപ്പോണ്ട്. കേറാൻ വേണ്ടായിരുന്നല്ലേ, സുഖം. വിളഞ്ഞെന്ന് തോന്നറേത്? വിളഞ്ഞൊക്കെയാണ് കേട്ടോ. കളർ ഓക്കെ. ചക്കയായി, മാങ്ങയായി, കൂമ്പുമായി, ഇനി എറുമ്പുണ്ട്. ഇനി കണിക്കൊന്നും കൂടെ പറിക്കാം. കണിക്കൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ഇല്ല. ഇനി മേല് ആ പാറയുടെ മണ്ടലം കണ്ട് കയറി പോകുമ്പോഴത്തെ അവിടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ മലക്കറി കടയിലെ പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട്. ഇതുവരെ പ്ലാസ്റ്റിക്കിന്റെ മേടിച്ചിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വന്നെടുത്ത് ഒരു കൊല പൂവുണ്ട്. ഞാൻ തിരിച്ചു അതൊരു ഇച്ചിരിയേ ഉള്ളായിരുന്നു. നീ കണ്ടായിരുന്നു അന്നേരം? അത് ഇച്ചിരി ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഒരു കൊലയായിട്ട് വേണം. സാറ്റ് കളിക്കട്ടെ നമുക്ക്. എന്ന് സാറ്റ് കളിക്കായി. കൊള്ളായിരുന്നു, പക്ഷെ നല്ലായിരുന്നു. എല്ലാവർക്കും മൂത്തച്ഛന്റെ പക്ഷെ കളിയെ ഇഷ്ടപ്പെട്ടത്. ഓ പിന്നെ അതിനിപ്പെന്തരി പിന്നെ. അയ്യോ, നമ്മളിഞ്ഞ് മേല് കയറി വന്നേട്ടാ. ഹായ്, എന്താ കൊണ്ട് വിശേഷം? ഒന്നുമില്ലേ? ശേ, ഇവിടെ കുറച്ച് കണിക്കൊന്നും ഇപ്പൊ ഉണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ. അച്ഛൻ കേറച്ചാ. അതും അങ്ങ് മണ്ടേ പോയി പിടിച്ചേക്കണം. തൂത്തിട്ടതായിരുന്നു. എന്താണ് പേര്? കാർത്തികേയനാ? കാർത്തിക് ലാൽ. പൊഴി വെച്ച. അയ്യോ അയ്യോ, കിട്ടി. ഓ അയ്യോ,
അമ്മേ എന്റെ ചെവിയിലെല്ലാം കയറി. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും കിട്ടിയട്ടോ. എന്നാ പിന്നെ പോട്ടെ. ഹാപ്പി വിഷു. ഇത്രയും കിട്ടി. ഇനി നമുക്ക് കുറച്ച് മൂത്തമ്മയും കൊടുക്കാം, കുറച്ച് നമ്മക്കും. നിങ്ങളിട്ട് കുലിക്കാതെ, അത് ഒന്നാമത് അത്തിരിയേ ഉള്ളു. എറുമ്പ് പിടിക്കുമ്പോ ഞാൻ കടിയുണ്ട്. അവിടെ നിന്നിട്ട് താഴോട്ട് നോക്കിയിട്ട് കൊള്ളാന്നങ്ങ് പറയും. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? എന്ത് ചെയ്യണം? പിരിയൊക്കെ പോയേട്ടാ, ലുക്ക് പോയി. ആണെങ്കിൽ ഇവിടുത്തെ ഇത് ഉണ്ട ചെറുതാവുന്നിപ്പോ. പ്രായത്തിനൊന്നുമല്ല. എന്റെ ഇവിടെ മൊത്തം നരച്ചില്ലേ? അമ്മയുടെ ഇവിടെ കണ്ടോ? ഇതുണ്ടോ? ഫുള്ള് ഇവിടെ എല്ലാം നരച്ചു. ഫുള്ള് നരച്ചമ്മ. ഞാൻ ഡൈ അടിക്കത്തില്ല കേട്ടോ. ഡൈ അടിച്ച പിന്നെ ബാക്കിയോടെ കറക്കും. ബാക്കിയുടെ നരയ്ക്കും. ബാക്കിയോടെ നരയ്ക്കും. അച്ഛന് ഭാഗ്യ വരെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഏതെടുത്ത് ഫിക്സ് ചെയ്താ? അച്ഛനെടുത്ത വസ്ത്രം ഇഷ്ടപ്പെട്ടോ? നല്ല വസ്ത്രമാണ് എടുത്തത്. ഇത് അടുത്ത ഒരെണ്ണമാണ് കേട്ടോ. ഇനി ഏതാ ഇഷ്ടപ്പെട്ട? പോവാണോ? ഇനിയുണ്ടോ? ഹേ ഗൈസ്, അപ്പം നമ്മൾ കണിക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛൻ വേണ്ട ഇവിടെ കണി ഒരുക്കുകയാണ്. സമയം ഏതാണ്ട് 11 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്താ ഹാപ്പി കൂട്ടരും ഇറങ്ങടാ. നീ എന്തോന്ന് ഇവിടുത്തെ പൂജാരിയാ? ഇതെന്തരാ? ഇത് പീലിയോ? ഇതിങ്ങനെ നമ്മള് കഴിഞ്ഞതിന് മേടിച്ചതാണ്. കൃഷ്ണനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. കഴിഞ്ഞ കൊല്ലം മേടിച്ച വിഗ്രഹമൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ മലക്കറി സാധനമൊക്കെ മേടിച്ചായിരുന്നു. എൻ്റെ പടവലങ്ങ ഇതെല്ലാം നമുക്ക് വീട്ടിലുണ്ടായിരുന്നില്ല. മാങ്ങ, പടവലമൊക്കെ വെക്ക് വെച്ചാ പിന്നെ ആരും കാര്യമില്ല. എല്ലാ ഐറ്റവും ഇല്ല. ഏത് പച്ചക്കറി ഉണ്ടെങ്കിലും അതൊക്കെ വെക്കാൻ കേട്ടോ. ഇന്ന പച്ചക്കറി വെക്കാം അങ്ങനൊന്നുമില്ല. പിന്നെ കട്ട് ചെയ്ത് വെക്കരുത്, മുറിച്ച് വെക്കരുത്. മുറിച്ച് വെക്കാൻ പാടില്ല. ഫുള്ളായിട്ടുള്ള സാധനങ്ങൾ വെക്കാം. ഇത് 12 മണിക്ക് മുമ്പ് വെച്ച് തീരണം. ഇപ്പൊ തീരുള്ളൂ. കണ്ണാടി കൊണ്ട് തന്നെ കണ്ടോ, വാൽക്കണ്ണാടി ഇതിനകത്ത് കേട്ടോ. ഹേ ഗൈസ്, അപ്പം നമ്മൾ കണിയൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ എണീറ്റ് കണി കണ്ടാൽ മതി അല്ലേ? ഇനി ഇച്ചിരി കൂടെ പരിപാടി ഉണ്ട്. എല്ലാം വെച്ചില്ലേ? ഇനി കോടിയൊക്കെ വയ്ക്കണം. രാവിലെ ഒന്ന് വിളിക്കണം കേട്ടോ എന്നെ. വെളുപ്പിനെ വിളിക്കുക, കണ്ണു പൊത്തിക്കൊണ്ട് വരണം. ഓ രാവിലെ ഞാൻ കുറ്റി ഇടാതെ കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇനി രാവിലെ കാണാം സുഹൃത്തുക്കളെ. ടാറ്റ. കണിയാണ് കഥ ചാരത്തെ ഉള്ളെന്ന് പറഞ്ഞു. കൊച്ചേ കൊച്ചു കണ്ണു തുറക്കണ്ടത്. അടിച്ചു കണ്ണടച്ചോ? ഇടിച്ചു വരൂ. കൊച്ചേ കണ്ണുറക്കരുത്. കണിയാണ്ടേ? കണ്ണുറക്കരുത്. കണ്ണടച്ചോ? കണ്ണുറന്നാ ഞങ്ങളെ കാണും. കണ്ണുറക്കരുത്. ഓ കാലാണ് കണ്ണ ഇത്ര പാടുണ്ടായിരുന്നു. ഇനി ഇത് ഇത്ര ഇറങ്ങിപ്പോണ്ടേ? ഉറക്കപ്പിച്ചിട്ട് കണ്ടെന്ന് ഓർമ്മയില്ല കേട്ടെ. ഞാൻ പോയിട്ട് ഒരു ഉറക്കവും കൂടെ ഉറങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാം ഉണ്ടല്ലോ അമ്മ. മോതിരമൊക്കെ വെച്ചാ? മോതിരം, രാമായണം, ഫ്രൂട്ട്സ്. ധനയ്ക്കാ തിന്നാവോ ഇപ്പം? കണ്ടു കഴിഞ്ഞല്ലോ.
സമയം 7 മണിയായിട്ടോ. ഞാൻ റിലേ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴേ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് എനിക്ക് കണ്ടത്, വിഷു കണി കണ്ടതൊന്നും ഓർമ്മയില്ല. തീരെ കിളിയില്ലാതായി പോയി. അയ്യോ, കുളിച്ചാ അമ്മ? ഇവിടെ ഗ്യാസ് ഇല്ലെങ്കിലും ഉണ്ടാക്കി. ഉണ്ടാക്കി അതിനൊന്നും ഒരു പഞ്ഞുമില്ല. ഇഡലി ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി, ചായ കറണ്ട് എടുത്തു. പതായിരിക്കുന്നു ഇവിടെ. നീ ഇപ്പോഴല്ലേ പറഞ്ഞേ ഹാപ്പിക്കുട്ടാ, ഹാപ്പി വിഷു പൊന്നാടോ, ഹാപ്പി വിഷു പൊന്നു. കണി കണ്ട നമ്മള്, കണി കണ്ട ഏമന്നോ, കണി കണ്ട? ഓ, അച്ഛൻ എന്റെ കണ്ണ് പൊത്തിയില്ലമ്മ. കണ്ണുപൊത്ത സാധാരണ അച്ഛൻ കണ്ണു പൊത്തിയില്ല. ഞാൻ തന്നെ ഇങ്ങനെ ഇല്ല ഡെഡ് ബോഡി ഇറങ്ങി നടന്നു വരുന്ന കണക്ക് ഞാൻ ഇങ്ങനെ നടന്നു വരുവാണ്. ഇങ്ങനെ സാധാരണ ഇങ്ങനെ പൊത്തത്തില്ലേ, എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ തുറക്കുന്നത്. കാപ്പിക്ക് ആ മോതിരം എടുത്ത് തിന്നണം, ആ പൈസ എടുത്ത് കടത്തി കയറണം. ഹാപ്പി വിഷു അമ്മ. ഇതില് 2 പടക്കം പോയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചാൽ കാപ്പി പിടിക്കുന്നു. രാവിലെ പടക്കം പൊട്ടിക്കാൻ 2 ഇത്രയും പടക്കം ഇരിക്കുന്ന കേട്ടാ. രാവിലെ എണീറ്റ് എന്തെന്നുള്ള എന്തോ വരാൻ പോവാന്ന് തോന്നുന്നു. ഞാൻ പൊട്ടിക്കാം, നിങ്ങളൊക്കെ ഒന്നും കൂടി പിടിച്ചാണ്. കയ്യിൽ അത് പടക്കം ഇരിക്കുന്നു. ക്യാമറ തെന്നിപ്പോയി. എനിക്കില്ല വിഷുവിന്റെ ആ സീൻ ഓർമ്മ വരുന്നത്. ആ ഭിത്തിയുണ്ട് അപ്പുറത്ത്, ഓടിപ്പോയിട്ട് പോക്ക നല്ല ചുരിദാർ കൊള്ള, അടിപൊളി. സീരിയസ് ആയിട്ട് നല്ല കളറ്, രസമുണ്ട് കേട്ടാ. അതല്ല പൂവൊക്കെ കൊള്ളാം, നല്ല പൂ. വാ പോവാ, അച്ഛൻ്റെ കൊള്ളാം ഷർട്ട്. നമ്മളെ അമ്പലത്തിൽ വന്നു കേട്ടോ. നമ്മളെ എളമാടുള്ള അമ്പലത്തിൽ വന്നു. ഇവിടെ ഒരു ചെറിയ കൃഷ്ണനെ വെച്ചേക്ക് നോക്കമ്മാ, അത് കൊള്ളാം കേട്ടോ. ഇത്രയും വിഗ്രഹം നേരത്തെ വെച്ചേക്കണം. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് മൂത്തമ്മയുടെ അങ്ങോട്ട് വന്നിട്ട് ഓയ് കണിയൊക്കെ വെച്ചാ അമ്പലത്തിൽ പോയ ചന്ദനം മൊത്തം തോന്നല്ലേ കണി. ആ ഇരിക്കുന്നേ കണി, ചെറിയ കണി. എനിക്ക് തോന്നി ഇത് പാവയ്ക്ക, പഴുത്ത പാവയ്ക്ക. പൂട്ടില്ലല്ലേ? ഞങ്ങക്ക് പൂവൊക്കെ കിട്ടിയടേ. നമ്മൾ ഇന്നലെ പാറടി പോയി പൂവൊക്കെ ഒപ്പിച്ച് പകുതി കണി തിന്നു തോന്നല്ലേ. അത് വേണ്ട. അപ്പൊ ടൂ 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 ടു 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 ഇത് അടിച്ചു പോയി. അവിടെ തൊള മാറിപ്പോയി. അത് എല്ലാം പൊത്തി പിടിച്ചാ കേൾക്കൂല. അത് ഞാൻ കേൾപ്പിച്ചോളാം. ഒരു സൗണ്ട് ഒന്ന് കേൾപ്പിച്ച. ഇത് ട്രെയിൻ പോണ സൗണ്ട്. ട്രെയിൻ കൃഷ്ണനാഥാ വിചാരം.
അതുകൊണ്ട് വരുന്നില്ല കേട്ടോ. കണി കാണും നേരം പാട്. അങ്ങനെയല്ല ചെറിയുടെ അപ്പുറത്തെ ഇങ്ങനെ ഇച്ചിരി താപ്പോട്ട് പോയി. ഇനി അവിടെ വെച്ചിട്ട് അത് മൊത്തം തൂക്കി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി വിഷു. ഹാപ്പി ബർത്ത്ഡേ അറിയാം, അത് കഴിഞ്ഞ് വിഷു. അയ്യോ, അടി ഇറങ്ങുന്നു. സൂപ്പർ. കൊച്ചുവിന് എല്ലാ കഴിവുകളും ദൈവം ഒരുമിച്ച് തന്നേക്കോളൂ. എന്ത് ചെയ്യാനെന്ന് പറ. അത് എല്ലാ മേഖലയും. മറ്റേ ഇത് വായിക്കും, നാഗരാജാവ് വായിക്കും. നിന്റെ നാളെ പേര് പറഞ്ഞു കൊടുക്കും. ഹേ ഗൈസ്, അപ്പൊ സമയം ഏതാണ്ട് 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് മൂത്തമ്മയുടെ അവിടെ പോയിട്ടില്ലായിരുന്നു ലാസ്റ്റ് വീഡിയോ എടുത്തത് അല്ലേ? അതെ അതെ, അവിടെ പോയി ഓടക്കുഴലും മേടിച്ച് ഊതി വീട്ടിൽ വന്ന്. ഇപ്രാവശ്യത്തെ വിഷു അങ്ങോട്ട് ഇതല്ലായിരുന്നു അല്ലേ? പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭയങ്കര ഒരു വിഷു വൈബ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ആ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല. അത് മാത്രമല്ല, നമ്മള് വീട്ടിലെല്ലാരും ഉണ്ടായിരുന്നല്ലോ, എന്നാലേ ആ ഒരു രസം വരത്തുള്ളൂ. സദ്യ കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കില്ല, കാരണം ഗ്യാസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അതൊന്നും നോക്കില്ല. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഞങ്ങൾക്ക് 3 പൊതി മേടിച്ച് കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചു. അതായിരുന്നു അങ്ങനെ നമ്മുടെ വിഷു ഇല്ലേ? ഇപ്പൊ നമ്മള് പടത്തിന് നോക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. എന്തിനായിരുന്നു വെച്ചാൽ പടം ഞാൻ എപ്പോഴും പറഞ്ഞു, ഭരതനാട്യം ടു മോഹിനിയാട്ടം. ഭരതനാട്യം ആദ്യം കാണണമായിരുന്നു. അച്ഛൻ കുറച്ച് കണ്ടില്ലേ? പോന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്ത് ചെയ്ത് കഴിയുമ്പോ അവിടെ പോയിട്ട് വന്നിട്ട് ഇതിന്റെ പകുതി ഇച്ചിരി കണ്ടുവെച്ച്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു ഇച്ചിരി അച്ഛൻ ഇത്തിരി കഥ പറഞ്ഞു തന്നായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് കാണേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ അതിനകത്ത് റീക്യാപ്പ് എന്തോ എടുത്ത് കാണിക്കും തോന്നുന്നു. മൂവി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് സാധനം എടുത്ത് കാണിക്കും. അപ്പൊ അതാണ് സിനിമ കാണുന്നത്. അമ്മയുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? വിഷു കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ കമന്റിലൊക്കെ വേറെ ആർക്കും ഇത്രയും പ്രശ്നമില്ല. എനിക്ക് നമുക്ക് മാത്രമാണ് ഇത്രയും പ്രശ്നമെന്ന് എനിക്ക് അറിയില്ല. അമ്മ രണ്ടാമത് വിളിച്ചായിരുന്നോ? പിന്നെ എത്ര വട്ടം വിളിച്ചെന്നറിയോ? എടാ, ഈ യുദ്ധം തുടങ്ങി ഷോർട്ടേജ് ആവുന്നതിന് മുമ്പേ കുറ്റി വിളിച്ചു പറഞ്ഞതാ. നമുക്ക് 5 അഗസ്ത്യകോട് ഇന്ത്യന്റെ കുറ്റി അഗസ്ത്യകോട് നിന്നാ വരുന്നത്. എന്താ ഇത്ര താമസം എന്താന്ന് എനിക്ക് അറിയത്തില്ല. രണ്ട് കുറ്റിയും കാലിയായിട്ടിരിക്കുക. ഗ്യാസിന്റെ കൂടെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് വിഷു ഒന്നും അങ്ങോട്ട് ഇതാക്കാൻ പറ്റിയില്ല. സദ്യയൊക്കെ വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാടാവും. അമ്മയ്ക്കും ഈ വിറവിനകത്ത് കിടന്ന് ഊതി അങ്ങനെ ഉണ്ടാക്കുന്ന നേരെ നമുക്ക് തിയേറ്റർ എത്തിയിട്ട് വരാൻ കേട്ടോ. ഓക്കെ, സിനിമയുടെ പേരെന്തരമ്മ? ഭരതനാട്യം അല്ലേ? സിനിമയ്ക്ക് അമ്മ പറഞ്ഞു കുച്ചിപ്പൊടിയെന്ന്. ഞാൻ മാറിപ്പോയി. വിഷു ഒരു കുശുവായി പോയോ ഊട്ടി. ആരും ഒന്നും അറിഞ്ഞില്ല. ഓക്കെ, ഞങ്ങൾ ഈ പടം കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ കേട്ടോ. അല്ലേ ചാ? അതെ, അച്ഛന്റെ അഭിപ്രായം അച്ഛൻ രേഖപ്പെടുത്തൂലേ? തീർച്ചയായിട്ടും. അതെ, പടം കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പറയാൻ കേട്ടോ. ഹേ ഗൈസ്, അപ്പൊ നമ്മള് സിനിമയെ കണ്ടിട്ട് വീടെത്തി കേട്ടോ. ഭരതനാട്യം ടു മോഹിനിയാട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ഉറങ്ങിയല്ലേ കിടന്ന്? അല്ല, കാറി കിടന്ന് ഉറങ്ങിയത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ കൊള്ളായിരുന്നു, നല്ലായിരുന്നു, ഇഷ്ടപ്പെട്ട്. കഥ കൊള്ളായിരുന്നു അല്ലേ? ഒരു സംഭവം, ഒരു ഡാർക്ക് ഹ്യൂമർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ ഓരോ പടം സൂപ്പർ ആയിരുന്നു കേട്ടോ. എനിക്ക് മെയിനായിട്ടുള്ള കാര്യം പുറത്തിറങ്ങുന്ന കാര്യം ഭയങ്കര ചൂടാ. വീട്ടിനകത്തും ചൂടാണ്, പുറത്തും ചൂടാണ്. രക്ഷയില്ല. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.